അനീഷ് കുമാറിലേക്ക് കൂടി ഒന്ന് പോകണം. അനീഷ് പലതവണയായി കണ്ണൂരിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കണ്ണൂരിന്റെ ഈ പറഞ്ഞതുപോലെയുള്ള പോരാട്ട വീര്യം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത്തവണ കാര്യങ്ങൾ എങ്ങനെയാണ് അല്പം ഒരു വ്യത്യാസമായി മാറുന്നത്? കാരണം കണ്ണൂർക്കാർക്ക് പ്രിയപ്പെട്ട രണ്ടുപേരാണ് പരസ്പരം മത്സരിക്കുന്നത്. രഞ്ജിത്ത്, ഏറ്റവും വലിയ മത്സരം നടക്കുന്ന ഒരു ഇത്തവണയാണ് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. കാരണം നേരത്തെ തന്നെ എം വി ജയരാജനെ CPM സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. മറുഭാഗത്ത് ആര് മത്സരിക്കും? കെ സുധാകരൻ മത്സരിക്കില്ല എന്ന കാര്യമാണ് ആദ്യം പുറത്തു വന്നത്. കാരണം കേരളത്തിൽ മുഴുവനുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കേണ്ട ചുമതല KPCC പ്രസിഡന്റ് എന്ന രീതിയിൽ അദ്ദേഹത്തിനുണ്ട് എന്ന് പറഞ്ഞു. പിന്നീട് ഏറ്റവും ഒടുവിലാണ് കെ സുധാകരൻ തന്നെ കണ്ണൂരിലെ അങ്കത്തട്ടിലേക്ക് ഇറങ്ങുന്നു എന്ന കാര്യത്തിൽ സ്ഥിരീകരണം വരികയും അദ്ദേഹം തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമാവുകയും ചെയ്ത് അതുതന്നെ ഇത്തവണ കണ്ണൂരിന്റെ മത്സരത്തിന്റെ ഒരു കാഠിന്യം വ്യക്തമാക്കുന്നു. കാരണം നേരത്തെ പിൻവലിഞ്ഞ ഒരു സ്ഥാനാർത്ഥി അല്ലെങ്കിൽ അദ്ദേഹം മറ്റു കാര്യങ്ങൾക്കായി മാറി നിൽക്കുന്നുവെന്ന് പറഞ്ഞെങ്കിലും കെ തന്നെ നേരിട്ട് കളത്തിലിറക്കേണ്ട രീതിയിലേക്ക് ഒരു അനിവാര്യതയിലേക്ക് കോൺഗ്രസ് എത്തിച്ചേർന്നു എന്ന് പറയുമ്പോൾ തന്നെ ഈ മത്സരത്തിന്റെ കാഠിന്യം നമുക്ക് വ്യക്തമാകും. കാരണം AKG മുതൽ കെ സുധാകരൻ വരെ നീളുന്ന പ്രഗത്ഭരുടെ ഈ പ്രമുഖരായ ആളുകളുടെ ഒരു വലിയ നീണ്ട നിര തന്നെയാണ് കണ്ണൂർ മണ്ഡലത്തിന്റെ ചരിത്രത്തിലുള്ളത്. അതിൽ പലവട്ടം കോൺഗ്രസും CPM പിന്നീട് കോൺഗ്രസും CPM ഒക്കെയുമായി മാറി മറിയുന്ന ഒരാൾക്ക് ഒരു കുത്തക അവകാശപ്പെടാൻ കഴിയാത്ത ഒരു മണ്ഡലം കൂടിയാണ്. പക്ഷെ നമുക്കറിയാം മറ്റു മണ്ഡലങ്ങളെയൊക്കെ പോലെ പരിഗണിച്ചാൽ നിയമസഭാ മണ്ഡലങ്ങളിലെ പ്രാതിനിധ്യം ഒരുപക്ഷെ LDFന് കൂടുതലാണെങ്കിൽ പോലും വർഷങ്ങളായി അത്തരമൊരു ആധിപത്യം പലപ്പോഴും കാണാൻ കഴിയുന്നില്ല ഈ മണ്ഡലത്തിൽ എന്നാണ് ഏറ്റവും വ്യക്തമാകുന്നത്. അതിലേറ്റവും പ്രധാനം ഈ കേരള രാഷ്ട്രീയത്തിലുപരി കേന്ദ്ര വിഷയങ്ങൾ അല്ലെങ്കിൽ കേന്ദ്രത്തിൽ ആര് മന്ത്രിസഭ രൂപീകരിക്കും അല്ലെങ്കിൽ ആർക്ക് ഭൂരിപക്ഷം കിട്ടിയാലാണ് കൂടുതൽ ഈ BJP പ്രതിരോധിക്കാൻ കഴിയുന്നത് എന്ന് അടക്കമുള്ള ഒരു ചിന്തയിലേക്ക് പലപ്പോഴും ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് പാറ്റേൺ മാറുന്നുണ്ട് എന്ന് നമുക്ക് നിസ്സംശയം പറയാം. അതുകൊണ്ടാണ് ഈ നിയമസഭാ മണ്ഡലങ്ങളിൽ വലിയ വിജയം CPMന് കണ്ണൂർ ജില്ല നൽകുമ്പോഴും പലപ്പോഴും അതിൻ്റെ ഒരു തുടർചലനം അടുത്ത് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാണാതെ പോകുന്നത് എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. കഴിഞ്ഞ തവണയും ഈ രാഹുൽ ഗാന്ധി തരംഗം വയനാട്ടിൽ നിന്നും വലിയ ദൂരെയല്ല കണ്ണൂർ. അതുകൊണ്ട് രാഹുൽ ഗാന്ധി തരംഗം മലബാറിലേക്കും മറ്റ് ഇടങ്ങളിലെ പോലെ ആഞ്ഞടിക്കുകയും വലിയ ഭൂരിപക്ഷത്തിൽ കെ സുധാകരൻ ജയിക്കുകയും ചെയ്തു. തൊട്ട് തലേ വർഷം ഏതാണ്ട് 5000-ലധികം വോട്ടുകൾക്ക് പരാജയപ്പെട്ട സുധാകരനാണ് 84,000-ലധികം വോട്ടുകൾക്ക് പിറ്റേ വർഷം ജയിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. അതുകൊണ്ട് ഇഞ്ചോടിഞ്ച് പോരാട്ടം ഇത്തവണ നടക്കുന്നു. രണ്ട് പാർട്ടികളും അരയും തലയും മുറുക്കി ഈ മണ്ഡലത്തിലുണ്ട്. കെ സുധാകരനൊക്കെ പൂർണ്ണ സമയം മണ്ഡലത്തിൽ കേന്ദ്രീകരിച്ച് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരവസ്ഥയിലേക്ക് മാറുന്നു. മറുവശത്ത് ചിട്ടയായ പ്രവർത്തനങ്ങൾ ആദ്യഘട്ടം മുതൽ നടത്താൻ MV ജയരാജനും ആവുന്നുണ്ട്. കാരണം സിറ്റിംഗ് MP ആണ്. അദ്ദേഹത്തെ അട്ടിമറിക്കേണ്ടത് ഒരു അനിവാര്യതയാണ്. എന്തായാലും CPM ഈ തവണത്തെ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം കണ്ണുവയ്ക്കുന്ന രണ്ട് മണ്ഡലങ്ങളാണ് കണ്ണൂരും വടകരയും. ഏതാണ്ട് അടുത്തടുത്ത് കിടക്കുന്ന സ്ഥലം പാർട്ടി കോട്ടയായി മാറേണ്ട സ്ഥലം. പക്ഷേ അതിന് ആനുപാതികമായ ഒരു പലപ്പോഴും ഈ മണ്ഡലങ്ങളിൽ ലഭിക്കുന്നില്ല എന്നൊരു വിലയിരുത്തൽ പാർട്ടിക്കുണ്ട്. പാർട്ടി അതുകൊണ്ട് ആ പോരായ്മ പൂർണ്ണമായും പരിഹരിക്കുന്നതിനുള്ള ഒരു ശ്രമങ്ങളാണ് കണ്ണൂരിൽ നടക്കുന്നത്. പക്ഷേ BJPക്ക് ഗണ്യമായ സ്വാധീനം ഒരു ഘട്ടത്തിലുമില്ല. നേരത്തെ കിരൺ സൂചിപ്പിച്ചതുതന്നെ 1 ലക്ഷം എന്ന മാർജിനിലേക്ക് എത്താൻ ഇതുവരെ മണ്ഡലത്തിൽ കഴിഞ്ഞിട്ടില്ല. സാക്ഷാൽ CKP മത്സരിച്ചപ്പോൾ പോലും അത്തരമൊരു വോട്ടിംഗ് പാറ്റേണിലേക്ക് എത്താൻ BJPക്ക് കഴിയാത്ത മണ്ഡലമാണ്. പക്ഷേ ഇത്തവണ നില മെച്ചപ്പെടുത്താൻ കഴിയുമെന്ന രഘുനാഥിലൂടെ മെച്ചപ്പെടുത്താൻ കഴിയുമെന്ന പ്രതീക്ഷ BJP ക്യാമ്പിനുണ്ട്. പക്ഷേ യഥാർത്ഥ മത്സരം കോൺഗ്രസും CPMും തമ്മിലാണ് നടക്കുന്നത്. രാവിലെ മുതൽ തന്നെ സ്ഥാനാർത്ഥികൾ സജീവമായി കളത്തിലേക്ക് ഇറങ്ങും. തെരഞ്ഞെടുപ്പ് യോഗങ്ങൾ, പര്യടനങ്ങൾ, കുടുംബയോഗങ്ങൾ എന്നിവയിലൊക്കെ ഊന്നിയാണ് പ്രചരണം മുന്നോട്ട് പോകുന്നത്. എന്തായാലും ബിഗ് ഫൈറ്റുകൾ നടക്കുന്ന സംസ്ഥാനത്തെ മണ്ഡലങ്ങളിൽ ഒരു മണ്ഡലം കൂടിയാണ് രഞ്ജിത്ത്, കണ്ണൂർ. അതാണ് വലിയ പോരാട്ടം നടക്കുന്ന കണ്ണൂരിലെ മണ്ണിലാണ് ഞാൻ കിരണും അനീഷ് കുമാറും ഉള്ളത്. കാരണം നമുക്ക് ഇവിടുത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ചരിത്രം നേരത്തെ കിരൺ പറഞ്ഞു വെക്കുകയായിരുന്നു. കൂടുതൽ തവണ UDFനെ പിന്തുണച്ചിട്ടുണ്ട്. കണ്ണൂരിന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പുറത്തു നോക്കുന്നവർക്ക് ചുവപ്പ് കോട്ടയാണ് എന്നൊക്കെ പറയുമ്പോഴും കാരണം മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും അങ്ങനെ ഒരുപാട് ആളുകൾ സംസ്ഥാനത്തിന് ഉന്നത സ്ഥാനത്തിരിക്കുന്ന നിരവധി ആളുകളെ സംഭാവന ചെയ്തിട്ടുള്ള ഇപ്പോഴും അങ്ങനെ തന്നെയുള്ള ഒരു മണ്ണുകൂടിയാണ് കണ്ണൂർ ജില്ല എന്ന് പറയുന്നത്. കണ്ണൂരിന്റെ ചരിത്രം മാറ്റിവെക്കാതെ കേരള ചരിത്രം ഒരു കാരണവശാലും എഴുതാനാകില്ല താനും. അത്രത്തോളം പ്രാധാന്യമുള്ള ജില്ലയാണ്. പക്ഷേ രാഷ്ട്രീയമായി ഒരുപാട് തരത്തിലാണ് കണ്ണൂർ പലപ്പോഴും വികാരം പ്രകടിപ്പിക്കുന്നത്. മാറി മാറി ചിന്തിക്കുന്ന മനസ്സുണ്ട് കണ്ണൂരുകാർക്ക്. സ്ഥാനാർത്ഥികളുടെ മികവ് വളരെ പ്രധാനമാണ്. അബ്ദുള്ളക്കുട്ടി ആയത്
എങ്ങനെയാണ് എന്ന് ഇപ്പോഴും രാഷ്ട്രീയ ഈ വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ കണ്ണൂരുകാർക്ക് പലപ്പോഴും പല മനസ്സാണ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്. ഈ കണ്ണൂരിന്റെ ചരിത്രം കഴിഞ്ഞ് നമ്മൾ ഈ സമീപകാലത്തെ പലവിധ രാഷ്ട്രീയ മാറ്റങ്ങൾ നോക്കിയാൽ അബ്ദുള്ളക്കുട്ടി നേരെ BJPയിലേക്ക് പോകുന്നു. മമ്പറം ദിവാകരനിടയ്ക്ക് ഇവിടെ കോൺഗ്രസ് വഴി മമ്പറം ദിവാകരനിടയ്ക്ക് ഇവിടെ വിമതനായി മത്സരിക്കുമെന്ന് പറയുന്നു. സി രഘുനാഥ് ഇവിടെ NDAയുടെ സ്ഥാനാർത്ഥിയായി മാറുന്നു. അങ്ങനെ ഈ മാറ്റങ്ങൾക്ക് ഒരുപാട് ഈ പറഞ്ഞതുപോലെ എതിർപ്പുകൾക്കും ഒക്കെ ഒരുപാട് സാധ്യതകളുള്ള ഒരു സ്ഥലം കൂടിയാണല്ലേ കണ്ണൂർ. യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നു NDA സംബന്ധിച്ച് BJPയെ സംബന്ധിച്ച് ഇവിടെ മുമ്പ് MP ആയിരുന്ന 2 തവണ MP ആയിരുന്ന അബ്ദുള്ളക്കുട്ടി ആയിരുന്നു കുറെ കൂടി, അല്ലെങ്കിൽ ഇവിടെ അങ്ങനെ പരിചയപ്പെടുത്തേണ്ടതില്ലാത്ത, അല്ലെങ്കിൽ MP ആയിരുന്ന നേരത്തെ 2 തവണ MP ആയിരുന്ന ഒരു സ്വാധീനമൊക്കെ ഉള്ള ഒരാൾ കൂടിയായിരുന്നു മത്സരിച്ചാൽ കുറെ കൂടി ചിലപ്പോൾ ചിത്രം മാറിയാനോ അല്ലെങ്കിൽ വോട്ട് കൂടുമോ ഇല്ലയോ എന്നൊക്കെ അവരുടെ തീരുമാനമാണ്, അവർക്ക് അറിയാവുന്നത്. പക്ഷേ കുറെ കൂടി പ്രശസ്തനായ ഒരാൾ അല്ലെങ്കിൽ ഈ കളത്തിൽ നിൽക്കുമ്പോൾ അബ്ദുള്ളക്കുട്ടിയാണെങ്കിൽ പ്രശസ്തരായ 3 പേരും 3 തലപ്പൊക്കമുള്ള 3 നേതാക്കൾ എന്ന തരത്തിൽ തന്നെ മാറ്റം ഉണ്ടായേനെ. എന്തായാലും ആ തരത്തിലേക്കുള്ളൊരു വലിയ മാറ്റമൊന്നുമില്ല. ഇപ്പോൾ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ഫൈറ്റ് തന്നെയാണ്. അങ്ങനെ നിൽക്കുമ്പോൾ തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചും CPMനെ സംബന്ധിച്ചും ഇതൊരു അഭിമാന പോരാട്ടമാണ്. മറ്റേതെങ്കിലും ഒരു മണ്ഡലത്തിൽ പരാജയപ്പെടുന്ന പോലെയല്ല. അത് മുന്നണിയുടെ പരാജയമായിട്ടല്ല, ഇതൊരു UDFന്റെ പരാജയമോ LDFന്റെ പരാജയമോ അങ്ങനെയല്ല വരുന്നത്. കണ്ണൂരിൽ പരാജയപ്പെടുമ്പോൾ അത് CPMന്റെ പരാജയമാവും. കണ്ണൂരിൽ K സുധാകരൻ പരാജയപ്പെട്ടാൽ അത് കോൺഗ്രസിന്റെ പരാജയമാവും. അപ്പോൾ കോൺഗ്രസും കേരളത്തിലെ 2 മുന്നണിയെ നയിക്കുന്ന 2 പ്രധാനപ്പെട്ട പാർട്ടികൾ, ഈ 2 പ്രധാനപ്പെട്ട പാർട്ടികൾ അവരുടെ ഏത് വിധേനയും പിടിച്ചെടുക്കണം അല്ലെങ്കിൽ നിലനിർത്തണം എന്ന് ഏറ്റവും വാശിയുള്ള ഒരു മണ്ഡലം കൂടിയാണ് കണ്ണൂർ. K സുധാകരനെ പോലെ ഒരു KPCC അധ്യക്ഷൻ തന്നെ പരാജയപ്പെട്ടാൽ സ്വാഭാവികമായും അത് കോൺഗ്രസ് മറ്റെവിടെയൊക്കെ ജയിച്ചാലും KPCC അധ്യക്ഷൻ പരാജയപ്പെട്ടു എന്ന് പറയുമ്പോൾ അതിനുണ്ടാകുന്ന ഒരു നാണക്കേട് വലുതാണ്. CPMനെ സംബന്ധിച്ച് CPMന് ഇപ്പോഴും കണ്ണൂർ പിടിക്കാൻ നിങ്ങൾ കഴിയുന്നില്ല. K സുധാകരൻ CPM ഏറ്റവും കൂടുതൽ എതിർക്കുന്ന, പ്രത്യേകിച്ച് പിണറായി വിജയൻ CPMന്റെ എന്ന് പറയുന്നത് അതിപ്പോ KPCC അധ്യക്ഷനായാലും അല്ലാത്തപ്പോഴും ഒക്കെ K സുധാകരനെയാണ്. മറ്റു നേതാക്കളൊന്നും ആ K സുധാകരൻ പിണറായി വിജയൻ ഫൈറ്റ് എന്നൊക്കെ പറയുന്നത് എത്രയോ പതിറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഒരു ഫൈറ്റാണ്. അപ്പോൾ ആ ഫൈറ്റിൽ K സുധാകരൻ വിജയിച്ചു എന്ന് കണ്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായും അത് CPMനായാലും ഈ പിണറായി വിജയനായാലും പോലും അതിൽ ഒരു നാണക്കേടുണ്ട്. അപ്പോൾ 2 ഭാഗത്തും K സുധാകരൻ ജയിച്ചാലും തോറ്റാലും കോൺഗ്രസിനായാലും CPMനായാലും രാഷ്ട്രീയ മത്സരം എന്നതിനപ്പുറത്തേക്കുള്ള പ്രധാനപ്പെട്ട നേതാക്കളുടെ ഒരു അഭിമാന പോരാട്ടം എന്നതുകൂടി ഇതിൽ വരുന്നുണ്ട്. അങ്ങനത്തെ ഒരു അഭിമാന പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് കണ്ണൂർ എന്ന ഒരു പ്രത്യേകത കൂടി ഇവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് കണ്ണൂരിന്റെ രാഷ്ട്രീയത്തോട് കൂടുതൽ ആളുകൾക്ക് താല്പര്യം വരുന്നതും ഇവിടെ എങ്ങനെയാണ് ചിന്തിക്കുന്നതൊക്കെ ആളുകൾ ചിന്തിക്കുന്നതും. ഏറ്റവും താഴെ തട്ടിലടക്കം 2 പ്രവർത്തനങ്ങൾ കുറെ കൂടി എനിക്ക് തോന്നുന്നു മറ്റു മണ്ഡലങ്ങളെക്കാൾ പ്രവർത്തനങ്ങൾ കുറെ കൂടി സജീവമാകുന്ന, ജനങ്ങളെ കണ്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ കൂടുതൽ സജീവമാകുന്ന ഒരു മണ്ഡലം കൂടിയാണ്. K സുധാകരൻ കേരളം മുഴുവൻ ഓടി നടന്ന് വർക്ക് കോർഡിനേറ്റ് ചെയ്യേണ്ട, അല്ലെങ്കിൽ കേരളത്തെ മുഴുവൻ 20 സീറ്റും ജയിക്കണം എന്ന് പറയുമ്പോൾ 20 സീറ്റിലേക്കും ഓടിയെത്തേണ്ട ആളാണ് K സുധാകരൻ. പക്ഷെ അദ്ദേഹം കണ്ണൂർ കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കേണ്ടി വരുന്നു. അങ്ങനെ നിൽക്കേണ്ടി വരുന്നത് K സുധാകരൻ അറിയാം മറ്റിടത്തെങ്കിലും ജയിക്കുന്നതിനേക്കാൾ പ്രധാനമാണ് KPCC അധ്യക്ഷൻ തന്നെ മത്സരിച്ചിട്ട്. നേരത്തെ K സുധാകരൻ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ആദ്യം തുടങ്ങി വെച്ചതുപോലെ സുധാകരന്റെ വിശ്വസ്തരായ പലരുടെയും പേരുകൾ കേട്ടിരുന്നു. ഇവിടെ അവരൊക്കെ സ്ഥാനാർത്ഥികളാകുന്ന ചിലരൊക്കെ പ്രതീക്ഷിക്കുകയും ചെയ്തിരുന്നു. ഈ കോൺഗ്രസിന്റെ ജാതി ഈ പ്രത്യേക സമവാക്യങ്ങളൊക്കെ നോക്കുമ്പോൾ ചില പേരുകൾ, സിദ്ദിഖിനെ പോലുള്ള ആളുകളുടെ പേരുകൾ പോലും കേൾക്കുന്ന രീതിയുണ്ടായിരുന്നു. പക്ഷെ ഏറ്റവും ഒടുവിൽ സുധാകരനിലേക്ക് കാര്യങ്ങൾ എത്തുകയായിരുന്നു. ഒടുവിൽ ഞാൻ മനസ്സിലാക്കുന്നത് K സുധാകരൻ തന്നെ മത്സര സന്നദ്ധ, അദ്ദേഹത്തിന്റെ വിശ്വസരായ ചിലരുടെ പേരുകളൊക്കെ വെച്ചിരുന്നു. പക്ഷെ അത് മത്സരം അത് അംഗീകരിക്കപ്പെട്ടില്ല. നമുക്ക് ഇടതുപക്ഷ സ്ഥാനാർത്ഥി MV ജയരാജൻ ഇങ്ങോട്ട് കടന്നു വരികയാണ്. അദ്ദേഹം രാവിലെ എനിക്ക് മനസ്സിലാക്കേണ്ടതല്ലേ ഇവിടെ പ്രഭാത നടത്തം ഉണ്ടാവും. പിന്നെ നമ്മുടെ ഒരു ക്ഷണവും കൂടെ ഇന്ന് പ്രധാനമാണ്. നമുക്ക്